286 ദിവസം നീണ്ട ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച് ബഹിരാകാശത്ത് ചെലവഴിച്ചതിൻ്റെ കഥയേറെ പറയാനുണ്ടാകും ഇരുവർക്കും. ഇരുവരെയും സുരക്ഷിതരായി ഭൂമിയിലെത്തിക്കുന്നതിന് അഹോരാത്രം പ്രയത്നിച്ച് ശ്വാസമടക്കി കാത്തിരുന്ന ശാസ്ത്രജ്ഞർക്കുമുണ്ടാകും അത്രയും തന്നെ കഥകൾ. ഇതിനെല്ലാം ഇടയിലും അവരെ ഭൂമിയിലേക്ക് എത്തിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച സ്പേസ് എക്സിൻ്റെ ആ പേടകത്തെ ഒന്നറിയണ്ടേ? നാസ എന്തിനാണ് ബഹിരാകാശ യാത്രികരുടെ മടങ്ങിവരവിനായി ഒരു സ്വകാര്യ വാഹനത്തെ ഉപയോഗിച്ചത് എന്നെങ്കിലും? സുനിതയെയും വിൽമോറിനെയും ബഹിരാകാശത്തെത്തിച്ച ബോയിങ് എയർക്രാഫ്റ്റ് തന്നെയാണ് അതിനുള്ള കാരണം. കഴിഞ്ഞ വർഷം ജൂണിൽ ഇരുവരെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചതിനു പിന്നാലെ വലിയ സാങ്കേതിക തടസ്സമാണ് സ്റ്റാർലൈനർ എന്ന നാസയുടെ പേടകം നേരിട്ടത്. ISSലെത്തി 24 മണിക്കൂറിനകം ആ പേടകം അപാകതകൾ കാണിച്ചു തുടങ്ങിയിരുന്നു. പേടകത്തിന്റെ ആറ്റിറ്റ്യൂഡ് നിയന്ത്രിക്കാനും ഭ്രമണം ശരിയായ രീതിയിൽ നടക്കാനുമൊക്കെ സഹായിക്കുന്ന 28 ത്രസ്റ്ററുകളിൽ 5 എണ്ണം തുടക്കത്തിലെ പ്രവർത്തനരഹിതമായി. അതിൽ നിന്ന് ഹീലിയം ചോരാനും തുടങ്ങി. തുടർന്ന് സുരക്ഷ മുൻനിർത്തി യാത്രികരെ ബഹിരാകാശ നിലയത്തിൽ തന്നെ നിർത്തുകയായിരുന്നു. സെപ്റ്റംബർ 6-ന് യാത്രികരില്ലാതെ പേടകത്തെ ഭൂമിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഭൂമിയിലെത്തിയതിനു പിന്നാലെ സ്റ്റാർലൈനറിന്റെ സാങ്കേതിക തകരാറിനെക്കുറിച്ച് ബോയിങ് വിശദമായ പഠനം തന്നെ നടത്തിയിരുന്നു. തകരാറുകൾ പരിഹരിച്ച് അതേ പേടകത്തിൽ തന്നെ സുനിതയെയും ബുച്ചിനെയും തിരികെ കൊണ്ടുവരാനായിരുന്നു പദ്ധതിയെങ്കിലും സ്റ്റാർലൈനറിന്റെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ നാസയ്ക്ക് സ്വീകാര്യമായിരുന്നില്ല. പേടകം ഇനി ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന വലിയ അപകടം മുന്നിൽ കണ്ട് നാസ മറ്റ് ബഹിരാകാശ പേടകങ്ങൾക്കായി അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് ക്രൂ 10 വിക്ഷേപത്തിന് തയ്യാറെടുക്കുന്നത്. 4 ബഹിരാകാശ യാത്രികരും ബഹിരാകാശ നിലയത്തിലെ ആളുകൾക്കുള്ള അവശ്യ സാധനങ്ങളുമായിട്ടായിരുന്നു ക്രൂ 10ന്റെ ലോഞ്ചിങ്. തുടർന്ന് നാസ ഈ പേടകത്തെ സുനിതയെയും ബുച്ചിനെയും തിരിച്ചെത്തിക്കാനുള്ള ദൗത്യത്തിനായി തിരഞ്ഞെടുക്കുകയായിരുന്നു. 4 പേരെ കണക്കാക്കിയിരുന്ന സ്പേസ് എക്സിന്റെ ദൗത്യത്തിൽ നിന്ന് 2 പേരെ ഒഴിവാക്കി ഇരുവർക്കും സീറ്റും ഉറപ്പിച്ചു. നാസയുമായി ചേർന്നും അല്ലാതെയും 2020 മുതൽ 13 ക്രൂ ദൗത്യങ്ങൾ സ്പേസ് എക്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ പലതും കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമുകളുമായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ നാസയ്ക്ക് മറുത്തൊന്ന് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. സ്പേസ് ക്രാഫ്റ്റ് രംഗത്ത് ബോയിങ്ങിന്റെ പ്രധാന എതിരാളികളാണ് സ്പേസ് എക്സ് എന്ന വസ്തുതയും നാസ അപ്പോൾ ബോധപൂർവ്വം മറക്കുകയായിരുന്നു. അതോടെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് സെപ്റ്റംബർ അവസാന വാരം ബഹിരാകാശ നിലയത്തിൽ എത്തുകയും ചെയ്തു. അവരെ 4 പേരെയും തിരിച്ച് ഭൂമിയിലെത്തിക്കാനുള്ള ദൗത്യമായിരുന്നു പിന്നീട് നാസയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. ഒടുവിൽ മാർച്ച് 14-ന് ബഹിരാകാശ നിലയത്തിലുള്ള 4 പേരെ തിരികെ എത്തിക്കാനായി 4 പേരെയും വഹിച്ച് സ്പേസ് എക്സ് ഡ്രാഗന്റെ ക്രൂ 10 യാത്ര തിരിച്ചു. നാസയിലെ ആനി മക്ലെയിൻ, നിക്കോൾ അയേഴ്സ്, ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയിലെ തക്കുയ ഒനിഷി, റോസ്കോസ്മോസ് ബഹിരാകാശ യാത്രികൻ കിറിൽ പെസ്കോവ് എന്നിവരാണ് സുനിതയ്ക്കും സംഘത്തിനും പകരം അന്താരാഷ്ട്ര നിലയത്തിന്റെ പുതിയ ചുമതലക്കാർ. അവർ വിജയകരമായി അവിടെ എത്തിയതോടെയാണ് ശരിക്കും സുനിതയ്ക്കും വിൽമോറിനും 9 മാസം നീണ്ട ബഹിരാകാശ ജീവിതം അവസാനിപ്പിച്ച് ഭൂമിയിലേക്ക് എത്താനുള്ള വഴിയൊരുങ്ങിയത്. മാർച്ച് 19-ന് പുലർച്ചെ മെക്സിക്കൻ ഉൾക്കടലിൽ പതിച്ച ഡ്രാഗൺ ഫ്രീഡം ക്യാപ്സൂളിൽ നിന്ന് ഇരുവരും പുറത്തിറങ്ങിയപ്പോൾ അതൊരു അതിജീവനത്തിന്റെയും ഇച്ഛാശക്തിയുടെയും മനോഹരമായ കാഴ്ച കൂടിയായിരുന്നു.